നിന്റെ അച്ഛനെന്ന് പറയുന്ന ഈ മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇയാള് പറയുന്ന മധുരമുള്ള വാക്കുകൾ കേട്ട് ഇയാളെ വിശ്വസിച്ച നാളെ നിന്നെ ഇയാള് ചതിക്കും. എന്തായാലും നിനക്ക് നല്ലത് വരട്ടെ. സിനി, കേറ്. തുറക്കടി, തുറക്കാൻ. സിനി, വണ്ടി തന്നെ ഇരുന്നാ മതി. നീ ഞങ്ങളുടെ ശ്രീനിവാസ സാറിനെ വെല്ലുവിളിക്കും അല്ലേടി? ശ്രീനിവാസ് സാറിനെ ഒരാൾ എതിർത്താൽ അങ്ങ് കൊന്നേക്കാനാ ഞങ്ങളോട് പറഞ്ഞേക്കുന്നേ. അയ്യോ മാം, കൊല്ലണവനെ. സിനി, കേറ്. അത് എന്ത് പോക്ക മാഡം? ജീവൻ പണയം വെച്ചല്ലേ മേഡത്തിനെ അച്ഛൻ രക്ഷിച്ചത്. ഒരു നന്ദി വാക്കെങ്കിലും പറയാൻ തോന്നുന്നില്ലേ? താങ്ക് യു മിസ്റ്റർ ശ്രീനിവാസ്. ഒരു കാര്യം സത്യമാണ്, നിങ്ങളിപ്പോൾ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ അവർ കൊന്നുകളഞ്ഞേനെ. കാരണം ഞങ്ങളെ കൊല്ലാൻ അവരെ പറഞ്ഞേൽപ്പിച്ചത് അതിശക്തനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അയാളുടെ പേര് ശ്രീനിവാസ് എന്ന്. കൊല്ലാനെത്തിയവര് തുടക്കത്തിൽ തന്നെ പറഞ്ഞു ശ്രീനിവാസൻ സാറാണ് അവരെ പറഞ്ഞയച്ചതെന്ന്. സിതാര, താൻ എന്തൊക്കെയാ പറയുന്നേ? റോഡ് പണി ആയതുകൊണ്ട് വഴി മാറി വരേണ്ടി വന്നു ഞങ്ങൾക്ക്.
അതുകൊണ്ട് ഗുണ്ടകൾ കൊല്ലാൻ ഉദ്ദേശിച്ച സ്ഥലവും മാറിപ്പോയി. മോളുമായിട്ട് ഇതുവഴി വന്നപ്പോ ഇവിടം തന്നെയാണ് എന്നെ കൊല്ലാനായിട്ട് അവര് തെരഞ്ഞെടുത്ത സ്ഥലമെന്ന് നിങ്ങക്ക് മനസ്സിലായില്ല അല്ലേ? മാഡം എന്തൊക്കെയാ പറയുന്നേ? ഇയാള് ഈ മനുഷ്യൻ നിനക്ക് ഓർമ്മയില്ലേ? ലേല ഹോളിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇല്ലാണ്ടാക്കി കളയുമെന്ന് പറഞ്ഞത്. അതിനുവേണ്ടി വിട്ടവരാ ഇവര്. പക്ഷെ വഴിതെറ്റി വന്ന് നീ കൂടെയുള്ളത് കൊണ്ട് രക്ഷകന്റെ വേഷം കിട്ടുന്നത് നല്ലതെന്ന് തോന്നി. വെരി ഗുഡ് മിസ്റ്റർ ശ്രീനിവാസ്. മുമ്പ് നിങ്ങൾ എന്നെ മുന്നിൽ അഭിനയിച്ചിട്ടുണ്ട്, അതിൽ വിജയിച്ചിട്ടുമുണ്ട്, എന്നെ തോൽപ്പിച്ചിട്ടുമുണ്ട്. മോളെ കൃഷ്ണ, നിന്റെ അച്ഛനെന്ന് പറയുന്ന ഈ മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇയാള് പറയുന്ന മധുരമുള്ള വാക്കുകൾ കേട്ട് ഇയാളെ വിശ്വസിച്ച നാളെ നിന്നെ ഇയാള് ചതിക്കും. എന്തായാലും നിനക്ക് നല്ലത് വരട്ടെ. സിനി കേര. അച്ഛാ, എന്താ അമ്മ പറഞ്ഞത്? ഇപ്പൊ നിനക്ക് നിന്റെ അമ്മയെ മനസ്സിലായില്ലേ മോളെ? അമ്മയുടെ തെറ്റിദ്ധാരണകൾ മനസ്സിലായില്ലേ? ഈ തെറ്റിദ്ധാരണകളൊക്കെ തന്നെയാ ഞങ്ങളെ തമ്മിൽ അകറ്റിയതും. അതുകൊണ്ട് തന്നെയാ മോളെ ഒന്നും ഞാൻ പൊറുക്കില്ലെന്ന് പറഞ്ഞേ. പിന്നെ ജീവൻ രക്ഷിച്ചത് നിന്നെ പെറ്റവളല്ലേ, നിന്റെ അമ്മയല്ലേ. അങ്ങനെ ചത്തു പോകണ്ടെന്ന് കരുതിയോണ്ടാ